ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സൂവിലേക്ക് പോകുന്നു. മോളുടെ ബാഗും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിഷേട്ടന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് ലിഫ്റ്റിൻ്റെ അതുവഴി ഒന്ന് കൊണ്ട് പോയിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കി ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ കൂടെ ജോയിൻ ചെയ്യും. ബാക്കി എല്ലാം വിശേഷങ്ങൾ നിങ്ങൾക്ക് പോകുന്ന പോലെ എല്ലാം കാണിച്ചു തരാം. ഞാൻ ഇപ്പം തന്നെ വൈകി ആക്ച്വലി, കാരണം എനിക്കൊന്ന് ഹെയർ വാഷ് ചെയ്യണമായിരുന്നു. പിന്നെ അറിയാലോ, കുഞ്ഞുങ്ങളുള്ള സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഓട്ടം തന്നെ ആയിരിക്കും. ഏതായാലും അതെല്ലാം കഴിഞ്ഞു. ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്തു. മോളുടെ 2-3 സ്നാക്സ് എല്ലാം എടുത്ത് വെച്ചു. അല്ലാതെ ബാക്കി അവിടെ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ്സോ അല്ലെങ്കിൽ ഈട്രീസൊക്കെ കാണും. അപ്പോൾ ഏതായാലും അവിടെ നിന്ന് ബാക്കി മേടിക്കാമെന്ന് വെച്ചു. ഞാനിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുവരെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ബാക്കി വിശേഷങ്ങളെല്ലാം വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് ഗോ, നമുക്ക് സൂവിലേക്ക് പോകാം. മോള് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു സൂവിലേക്ക് പോകാനായിട്ട്. ആക്ച്വലി പറഞ്ഞാൽ മോൾക്ക് അറിയില്ല, മോള് സൂവിൽ പോകാനല്ല പുറത്തിറങ്ങുന്നത് കൊണ്ട് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു മോക്കൊരു കോഡ്സ് ആണ് ഇട്ട് കൊടുത്തത്. UK പോയ സമയത്ത് പ്രിമാർക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ കാറിലെത്തി. വിഷേട്ടൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി നമ്മുടെ അവിടെ നിന്ന് വളരെ അടുത്തായിരുന്നു സൂ കേട്ടോ. കാരണം നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ്സ് മാത്രമേ നമുക്ക് കാറിലിരിക്കേണ്ടി വന്നുള്ളൂ ആക്ച്വലി. എത്തിയതിന് ശേഷം ഞാൻ മോളെ പ്രാമിലേക്ക് ആക്കി കേട്ടോ. അപ്പോഴത്തേനും മോൾ ഉറങ്ങിപ്പോയി ആക്ച്വലി. എന്നിട്ട് ഞാൻ മോളെയും കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ടിക്കറ്റ് എടുക്കണമായിരുന്നല്ലോ. ടിക്കറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് മോൾ അപ്പോഴും ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറി നമുക്ക് ഒരു ടാഗൊക്കെ റിസ്റ്റിലിട്ട് തന്നു. അപ്പോൾ നമ്മൾ ആ ടാഗ് ഇട്ടിട്ട് വേണം നമുക്ക് പോകാൻ. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന വേറെ എന്തോ ഒരു ഓപ്ഷനും കൂടെ ആയിരുന്നു. കാരണം നമുക്ക് ട്രെയിനും ബസ് ആക്സസും ഒക്കെ ഉള്ളൊരു ടിക്കറ്റാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതിന് വേറെ ടാഗാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആക്സസ് ഒന്നും ഇല്ലാതെ വെറുതെ ടിക്കറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ട്രെയിൻ ആൻഡ് ബസ് ആക്സസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മോളും കൂടി ഉള്ളതല്ലേ. അപ്പം മോൾ എന്തായാലും ഉറങ്ങുവാണല്ലോ. അപ്പോൾ വിഷേട്ടൻ പറഞ്ഞു നമുക്ക് ഏതായാലും ലഞ്ച് കഴിച്ചിട്ട് അകത്തേക്ക് കയറാം. ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇരുന്ന് ലഞ്ച് കഴിക്കാൻ പറ്റണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി. അവിടെ പോയതിന് ശേഷം വിഷേട്ടനൊരു ക്രീമി ചിക്കൻ ആൻഡ് റൈസ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബോളാണ് സെലക്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി ഒരു പീനക്കൊളാഡ പോലെ ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തായിരുന്നു. അതിനോടൊപ്പം ഞാൻ ഒരു ഗ്രിൽഡ് ചിക്കൻ ആൻഡ് റൈസ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബോളാണ് ഞാൻ ചൂസ് ചെയ്തത്. ഫുഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മോൾ എണീറ്റു. മോൾ അങ്ങനെയാണ് എപ്പോഴും, ഫുഡിൻ്റെ നമ്മളെപ്പോഴും പറയും ഫുഡിൻ്റെ മണം അടിച്ച് എണീക്കുവാണെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് മോളും എണീറ്റു. അപ്പോൾ മോക്കും ഏതായാലും കഴിക്കാൻ പറ്റുമല്ലോ നമ്മുടെ നിന്ന്. അപ്പോൾ മോക്കും ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോളും കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ പീനക്കൊള്ളാട എല്ലാം കുടിച്ചു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എണീറ്റത്. വലിയ കുഴപ്പമില്ലായിരുന്നു, അത്ര ക്രാങ്കി അല്ലായിരുന്നു. സാധാരണഗതിക്ക് ഇങ്ങനെ എണീക്കുമ്പോൾ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യം. അവർ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ക്രാങ്കി ആയിട്ടായിരിക്കും എണീക്കുന്നത്. അപ്പോൾ മോൾ ഇപ്പോൾ കുഴപ്പമില്ലായിരുന്നു, വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മോൾക്ക് ജ്യൂസും ഫുഡൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാറി ബിബൊക്കെ ഇട്ട് കൊടുത്തു, കാരണം അല്ലെങ്കിൽ ഉടുപ്പെല്ലാം ചീത്തയാവുമല്ലോ. നമ്മൾ ഓരോരോ സൈറ്റ് സീയിങ്ങിനായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ വിഷേട്ടൻ മോളെ ആദ്യം കൊണ്ടു നടന്നു. പിന്നെ എല്ലാ പ്രാവശ്യവും നമുക്ക് പ്രാമി വെക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ഈ ട്രെയിനിലും ഒക്കെ കയറുന്ന സമയത്ത് നമുക്ക് കുറച്ച് പാടായിരിക്കുമല്ലോ. അപ്പോൾ മോളെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ പ്രാം നമ്മുടെ ആ ട്രെയിനിൻ്റെ ബാക്കിൽ തന്നെ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മാറി എടുത്തുകൊണ്ടിരുന്നു. മോളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിഷേട്ടൻ എടുക്കുക. വിഷേട്ടനാണ് ആക്ച്വലി കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ മാറി എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് കാണാൻ തുടങ്ങി. ഈ ഒരു
സൂ വിസിറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സഫാരി ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു സഫാരി വാനിൽ നമ്മൾ കുറച്ച് പേര് കയറും. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സഫാരി ട്രിപ്പ് എന്ന് പറയുന്നത് ആനിമൽസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എനിക്ക് സാധാരണ നമ്മളിങ്ങനെ കാണുമ്പോൾ സൂവിലൊക്കെ നമ്മൾ പോകുമ്പോൾ സാധാരണ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കും, ആനിമൽസ് ട്രാപ്ഡ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്, നമ്മൾ ട്രാപ്ഡ് ആയിരിക്കും, നമ്മൾ ആ വണ്ടിക്കകത്ത് ട്രാപ്ഡ് ആയിരിക്കും, നമ്മളിങ്ങനെ പോകും. ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല, ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഒരു ഗൈഡ് കാണും, ഡ്രൈവർ കാണും, ഗൈഡ് കാണും. അപ്പോൾ ഗൈഡ് ഒരു ഹൈദരാബാദി ഒരു ആളായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ പുള്ളിക്കാരനുമായിട്ട് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് പുള്ളിക്കാരനെ കൂടെ അങ്ങ് പോയി, പുള്ളിക്കാരനെ എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോളെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒത്തിരി സമയം. അപ്പം പുള്ളിക്കാരൻ ആക്ച്വലി ഭയങ്കര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഓരോ ആനിമൽസിനെ കുറിച്ചിട്ടും, അവരുടെ ലൈഫ് സ്പാൻ എത്രയാണ്, അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, അവരെന്തൊക്കെയാണ് അവരുടെ ഹോബീസ് എന്തൊക്കെയാണ്, അവർ ഇരിക്കുമ്പോൾ ചെയ്യുന്ന എന്തൊക്കെയാണ്, അവർ ഇപ്പോൾ ഒരു ഹിപ്പോട്ടമസ് ആണെങ്കിൽ എത്ര സമയമായിരിക്കും വെള്ളത്തിൽ കിടക്കുക, അങ്ങനെ പല പല ഡീറ്റെയിൽസ് പുള്ളിക്കാരൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആക്ച്വലി കുറേയൊക്കെ മറന്നു. നമ്മളിങ്ങനെ റിക്കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും, പക്ഷേ എന്നാലും ആ ഒരു സമയത്ത് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ആനിമലിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഇൻഫർമേഷൻ നമുക്ക് കേൾക്കുമ്പോൾ വളരെയധികം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുമല്ലോ. ഇങ്ങനെയൊക്കെയാണല്ലേ എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ വളരെയധികം നന്നായിട്ടാണ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ആനിമൽസിനെ കണ്ടു. പോകുന്ന വഴിക്ക് ആ സഫാരി വാനിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ ആനിമൽസിനെയും അടുത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ കാണാൻ സാധിച്ചു. അപ്പോൾ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മോൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ ഹാപ്പിനെസ് അതായിരുന്നു. മോൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നമ്മുടെ ഹാപ്പിനെസ് അതായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കും ഈ ആനിമൽസിനെയൊക്കെ കണ്ടിട്ട് വളരെയധികം ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നിയത്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും ഒക്കെ വളരെയധികം നമുക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളും അതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത ഓരോ ആനിമൽസിനെ കുറിച്ച് നമ്മളും എൻഗേജ്ഡ് ആയിരുന്നു ആക്ച്വലി. മോൾക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ മോൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നൊന്നും നമുക്കറിയില്ല. മോള് ഇപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ മോള് ആനിമൽസിൻ്റെ പേരായിട്ട് എങ്ങനെയല്ല പൂച്ച മാത്രം പറയും. അപ്പോൾ മോൾക്ക് എല്ലാവരും പൂച്ചയാണ്, പക്ഷേ എന്നാലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂച്ചാസ് ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കി എല്ലാവരും പൂച്ച, കാരണം എല്ലാം മൂവ്മെൻ്റ് ഉള്ള ആനിമൽസ് ആണല്ലോ. അപ്പം എല്ലാവരും ഇങ്ങനെ പൂച്ച എന്നൊക്കെ പറയണം. എസ്പെഷ്യലി നമ്മൾ ഈ ടൈഗറിനെയും ലയണിനെയൊക്കെ കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര അധികം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ മോള് അത് നന്നായിട്ട് എൻജോയ് ചെയ്തു.
നമസ്കാരം. എന്റെ പേര് ദേവാരുണ്യൻ നമ്പൂരിപ്പാട് തന്നെ എല്ലാവരും വിളിക്കാറ്. ചാരായ നിരോധനം എ.കെ. ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. വെറുതെ കണ ഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? வேலைக்கார கரெக்டா வேலை பார்க்கணும், இல்லைன்னா விட்டுட்டு போயிடு. துறக்கடா. ആനിമൽസിനെല്ലാം നോക്കിയിരിക്കാൻ സമയത്ത് വേറൊരു ഫാമിലി നമുക്ക് തോന്നുന്നു ലെബനൻ ആണെന്ന് തോന്നുന്നു. അവരിങ്ങനെ വന്നതിന് ശേഷം മോളെ കണ്ടിട്ട് മോൾക്കൊരു ഹാറ്റ് എല്ലാം ഗിഫ്റ്റ് ചെയ്തു അവർ. അങ്ങനെ ആ ഹാറ്റും കൊണ്ട് ഇങ്ങനെ മോള് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ എല്ലാം മലയാളീസ് ആയിരുന്നു കേട്ടോ. കൈക്കാസ് കഫേ എന്നായിരുന്നു. കൈക്കാസ് കഫേ ആക്ച്വലി ദുബായിൽ ഒത്തിരി സ്ഥലത്ത് ഉള്ളതാണ് കൈക്കാസ് കഫേ. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആക്ച്വലി ഈ സൂവിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ കൈക്കാസ് കഫേയിൽ പോയി ഞാനൊരു കോഫി പറഞ്ഞു, വിഷേട്ടനൊരു കോഫി പറഞ്ഞു. മോക്ക് കുറച്ച് ഫ്രൂട്ട്സ് അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോക്ക് കഴിക്കാൻ എളുപ്പമായല്ലോ, അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രെയിൻ കയറി നമ്മൾ നേരെ എൻട്രൻസിൻ്റെ അവിടെ ഇറങ്ങി. എക്സിറ്റിൻ്റെ അവിടെ ഒരുപാട് സ്റ്റഫ്ഡ് ആനിമൽസും അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് സ്റ്റഫ്ഡ് ആനിമൽസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് കംപ്ലീറ്റ് നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിലേക്ക് നടന്നുപോയി. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ടയർഡായി, ഒരുപാട് നടക്കേണ്ടി വന്നു. അങ്ങനെയെല്ലാം ആയിരുന്നല്ലോ ഇന്നത്തെ ദിവസം. ഇപ്പോൾ ഒരുപാട് നടന്നു, വണ്ടിയിലിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ജോളിയായിട്ട് നമ്മൾ 3 പേരും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കിടക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ, ഒരു സൂ വീഡിയോ. അപ്പം നിങ്ങൾക്കും ആനിമൽസിനെല്ലാം, ഈ കണ്ട ആനിമൽസിനെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.